ആർ സോ ഗ്രേറ്റ്. താങ്ക്സ്. ആനന്ദിനെ കൂടുതൽ അറിയാനും പരിചയപ്പെടാനും ഒരു ഗ്യാങ് തന്നെയുണ്ട് ഞങ്ങളുടെ കൂടെ. ഗേൾസാ? കൂടുതൽ ഗേൾസാ, ബോയ്സ് കുറച്ച്. ഇവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമില്ല. എല്ലാവരും എവിടെ? പുറത്തു നിൽക്കാ, വിളിക്കാവരെ. അയ്യോ, എന്റെ കൂടെ എന്ന് പറഞ്ഞ ഓഫീസിലും ഹോസ്റ്റലിലോ, അല്ലാതെ ഇവിടെ അല്ല. ഓ, ഞാൻ കരുതി. പാർവതിക്കൊന്നും ആനന്ദിന്റെ ബ്ലോഗ് വായിക്കേണ്ട ആവശ്യം വരത്തില്ലല്ലോ. നിങ്ങൾ ഒരുമിച്ചല്ലേ താമസിക്കുന്നേ? അതെ അതെ അതെ. പിന്നെ എഴുതുന്നതിന്റെ മുമ്പേ ആനന്ദ് ചിലപ്പോ ജീവിച്ച് കാണിച്ചു കളയും അല്ലേ? ജീനിയസ്. റിയലി? യെസ്. ആ ബ്ലോഗിലെ ഓരോ ലൈന്റെയും കോമഡി ഞങ്ങൾ സ്ഥിരം കണ്ട് ചിരിക്കാറുണ്ടായിരുന്നു. കോമഡിക്ക് ഇത്ര പഞ്ഞുള്ള സ്ഥലമാണോ അത്? ആനന്ദിന്റെ കൂടെ താമസിക്കുന്നുണ്ടായിരിക്കും പാർവതി ഇപ്പൊ തമാശയൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതിനാ ബ്ലോഗിൽ അത്രയ്ക്കൊന്നും ചിരിക്കാനില്ല. അത് നീ മാത്രമേ പറയൂ, ചുമ്മാ അസൂയോണ്ട് പറയാ. ശരിയല്ലേ അച്ചു? സോറി, അങ്ങനെ വിളിക്കാലോ അല്ലേ? ചുമ്മാ വിളിക്കണം സാറേ, സാറിന്റെ വലിയ ഫാനല്ലേ അച്ചു? എന്റെ നാരായണ, ഞാൻ തോറ്റു. അതാരാ? അങ്ങേരല്ലേ എന്റെ എല്ലാം. ബ്ലോഗിൽ ഞങ്ങളെ കുറിച്ചൊക്കെ എഴുതുവോ? തീർച്ചയായിട്ടും, പക്ഷെ എന്നെ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കണം. അടുത്ത ബുധനാഴ്ച രാത്രി 9:30 വിളിച്ച് ഓർമ്മിച്ചാ മതി. താങ്ക് യു. അതെന്താ സാറ് നൈറ്റ് ആണോ എഴുതാറ്? അല്ല, ഈ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്ക് ശേഷം ഈ തമാശകളൊക്കെ വരാ. അതാ. ഓ, അപാര സെൻസ് ഓഫ് ഹ്യൂമർ തന്നെ. തമാശ എന്റെ ജന്മാവകാശാണല്ലോ. അല്ല സോറി, തമാശ എന്റെ ജന്മസിദ്ധമായ കഴിവാണല്ലോ. ആ കഴിവ് നിലനിർത്തിയല്ലേ പറ്റൂ. ഇവൻ അടിക്കുന്ന മൊത്തം വളിപ്പാണല്ലോ. അത് കേട്ട് ചിരിക്കാൻ ഓരോ കഴുതകളും. കഷ്ടം തന്നെ.